നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ വിഷമങ്ങൾ ഇത് നിങ്ങളുടെ സ്റ്റാഫുമായി ഒരിക്കലും ഷെയർ ചെയ്യരുത്. പല ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഒന്നാണിത്. ബിസിനസ് ആകുമ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് കുറേ നാളായി, അല്ലെങ്കിൽ ഈ ബിസിനസ് കൊണ്ട് ഞാൻ വളരെയധികം ഫെഡപ്പായി എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റാഫിനോട് സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാഫിൽ നിന്ന് ഹെൽപ്പ് കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട ഉടനെ നിങ്ങളുടെ സ്റ്റാഫ് നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ തെറ്റി. മറിച്ച് അവർ അവിടെ ഇൻസെക്യൂർ ആകുകയാണ് ചെയ്യുന്നത്. അവർ എന്ത് ചെയ്യും? ഇവിടെ സേഫ് അല്ല എന്നവർ ചിന്തിക്കും. ഈ കമ്പനിയിൽ നിന്നാൽ എൻ്റെ കരിയർ കൂടി നാശമാകും എന്ന് അവർ ചിന്തിക്കും. അവർ മറ്റ് കമ്പനികളിലേക്ക് അവരുടെ CV അയച്ചു തുടങ്ങും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അവിടെ കിട്ടില്ല. മറിച്ച് നിങ്ങളുടെ സ്റ്റാഫ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമാകാനായിട്ട് ഇത് ഇടയാക്കും. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഡൗൺഫോൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കത് നല്ല രീതിയിൽ സ്റ്റാഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്വാർട്ടറിൽ ഇനിയും പ്രൊഡക്റ്റീവ് ആകാനുണ്ട്, ധാരാളം സെയിലുകൾ നമ്മൾക്ക് അച്ചീവ് ചെയ്യാനുണ്ട്, ഈ രീതിയിൽ പറയുന്നതിൽ തെറ്റില്ല. പകരം നിങ്ങൾ ഫെഡപ്പ് ആകുന്ന രീതിയിൽ, ബിസിനസ് ഇല്ല എന്നുള്ള രീതിയിൽ വിഷമമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കമ്പനിയിൽ നിന്നും ഓടിപ്പോകുക തന്നെ ചെയ്യും.